വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് +1 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കാണാം, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക, നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ ഓക്കെ നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. കുറച്ച് ആൾക്കാരെ പേര് തന്നിട്ടുണ്ട്. അവർ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ എന്താണ് നോക്കാം, എന്താണ് എലമെന്റ്? നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ ആൾക്കാരും നമുക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം അല്ലെ. ഈ എലമെന്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ എലമെന്റ് എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഈ എലമെന്റ് ഉണ്ടായിട്ടുള്ളത്. അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ തന്നിട്ടുള്ളതില് എയർ പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമോ? അല്ല. എയറിൽ കുറെ ആൾക്കാരുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. സോ എയർ അല്ല. വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സോ വാട്ടറും അല്ല. അടുത്തത് ഗോൾഡ് ഒരു എന്താണ്, എലമെന്റ് ആണ്. സോ ഗോൾഡ് എന്ന് പറയുന്നതാണ് എന്ത്, എലമെന്റ്. ഗോൾഡ് ഒരു എലമെന്റ് ആണെന്ന് മനസ്സിലായി. അടുത്തത് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താ? അതായത് ഒന്നും കൂടി എടുത്ത് ഞാൻ എഴുതാട്ടോ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ എലമെന്റ്സിന്റെ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. ആദ്യത്തെ കേസിൽ എയറില് ഒരാളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, എയർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല, എയർ ഒരു മിക്സ്ചർ ആണ്. വാട്ടറിൽ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്. സോ വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കാം. അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ട്, ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഉണ്ട്. മിക്സ്ചർ എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ടൈപ്സ് ആൾക്കാർ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, മിക്സ്ചർ ഉണ്ടാവുന്നത്. മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആലോചിച്ചാൽ മതി. അവിടെ എന്തൊക്കെ ഉണ്ടാവും? കപ്പലിന്റെ ഉണ്ടാവും അല്ലെ, അതുപോലെ പരിപ്പ് ഉണ്ടായിരിക്കും അല്ലെ, അതേപോലെ ചുവന്ന കളറുള്ള കോലുകൾ സാധനം ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ സാധനങ്ങൾ ചേർന്നാണ് എന്ത്, മിക്സ്ചർ അല്ലെ. അതേപോലെ ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ടൈപ്പ് ആൾക്കാർ ചേരുമ്പോഴാണ് മിക്സ്ചർ ഉണ്ടാവണേ. മിക്സ്ചേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചറും രണ്ടാമത്തത് ഹെറ്ററോജീനിയസ് മിക്സ്ചറും. അപ്പൊ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ, എന്താണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈം ജ്യൂസ് ഒക്കെ, ഓക്കെ, അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ. എന്താണ് അവരുടെ പ്രത്യേകത? അതായത് അവരുടെ എല്ലാവരുടെയും കോമ്പോസിഷൻ സെയിം ആയിരിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര വെള്ളം ഉണ്ടാക്കി, അത് എവിടെ നിന്ന് കുടിച്ചാലും, അടിയിൽ നിന്ന് കുടിച്ചാലും, സൈഡിൽ നിന്ന് കുടിച്ചാലും, മോളിൽ നിന്ന് കുടിച്ചാലും ടേസ്റ്റിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാവർക്കും ഉള്ളത് ഷുഗറിന്റെ കണ്ടന്റും വാട്ടറിന്റെ കണ്ടന്റും തന്നെ ആയിരിക്കും. അതും ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ത്രൂ ഔട്ട് ഒരു മിക്സ്ചറിലെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയണത്. അടുത്താണ്, അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ ഇസ് എ മിക്സ്ചർ whose composition is same throughout the mixture. അടുത്താണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. എന്താണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ അതിന് എക്സാമ്പിൾ നമ്മുടെ ബർഗർ ആണ്. ബർഗർ നമ്മൾ കഴിക്കുമ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ കഴിച്ചാൽ ബണ്ണ് മാത്രമേ കിട്ടുള്ളൂ, ചില സ്ഥലത്ത് കഴിച്ചാൽ ചിക്കൻ ഉണ്ടായിരിക്കും, ചില സ്ഥലത്ത് കൂടുതലുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നല്ല എല്ലാ വെജിറ്റബിൾസിന്റെ പീസസ് ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഓരോ സ്ഥലത്തെയും കോമ്പോസിഷൻ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും ആൾക്കാർ ഡിഫറെന്റ് ആണ്. അപ്പൊ കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ലെയറും വാട്ടർ ആണുള്ളത്. ഓക്കെ, അതിൽ ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എയർ. ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മഡി വാട്ടർ. ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മഡി വാട്ടർ. എത്രയേ ഉള്ളൂ കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും ബേസിക് ഐഡിയ ആണ്. അടുത്ത നോക്കാം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പൊ എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ into അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ ആണ്
6.022 into 10⁻23. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു given mass by one GAM. Given mass by molar mass അല്ലെങ്കിൽ given mass by GMM ഒക്കെ ഉണ്ട്. ഇവിടെ GAM എടുക്കാൻ കാരണം ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ 3 ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിന് അനുസരിച്ചിരിക്കും. ഇവിടെ ഗ്രാമിലുള്ള മാസ് ആണ് തന്നിട്ടുള്ളത്. ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ 1 GAM. ഇതൊരു ആറ്റം ആയതുകൊണ്ടാണ് നമ്മൾ GAM എടുത്തത്. മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? GMM ആണ് എടുക്കുക കേട്ടോ. ഓക്കെ, ഗിവൺ മാസ് ബൈ 1 GAM. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് 48 ഗ്രാം. 1 GAM 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാല് ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്ന് ചേർത്താല് ഗ്രാം അറ്റോമിക് മാസ് ആയി. ഓക്കെ, അപ്പൊ 48 ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 ഗ്രാം ആണ്, ഗ്രാം പെർ മോൾ. ഓക്കെ, അപ്പോ ഇവർ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 12 എന്നാണ്. 12 മോൾ ആണുള്ളത്. ഓക്കെ, തന്നിട്ടുള്ള സാമ്പിളില് 12 മോൾ ഹീലിയം ആണുള്ളത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാലോ. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് 12. 12 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നാണ് വരാം. നമ്മളിത് ഇങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം, നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ നോക്കിയേ. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്താണ് കോൺസെൻട്രേഷൻ എന്ന് ചോദിച്ചാല് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് അത് സൊല്യൂട്ടിന്റെ അളവാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടിന്റെ അളവ്. സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എവിടെയുള്ള? അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് സോൾവെന്റിലോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് സൊല്യൂഷനിലോ ഉള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡ് ആണ് എന്ത്? ഈ പറയുന്ന മൊളാരിറ്റി. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. 4 gram of NaOH sodium hydroxide is present in 100 ml of solution. 100 ml സൊല്യൂഷനില് 4 gram NaOH ആണുള്ളത്. ഇറ്റ്സ് മൊളാരിറ്റീസ്, അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് പറയുന്നത്? നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാരിറ്റി. ആസ് പെർ ദ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് മൊളാരിറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter of solution. Okay, number of moles of solute. ഇത് സൊല്യൂട്ടിന്റെ അളവാണ്. സൊല്യൂട്ടിന്റെ അളവ് നമ്മൾ പറയണേ മൊളാരിറ്റിയിൽ നമ്മൾ സൊല്യൂട്ടിന്റെ അളവ് പറയണത് മോൾ എന്ന യൂണിറ്റിലാണ്. അതായത് 1 liter സൊല്യൂഷനില് സൊല്യൂഷന്റെ അളവ്, സൊല്യൂഷന്റെ വോളിയം നമ്മൾ ലിറ്ററിൽ തന്നെ പറയണം. 1 liter സൊല്യൂഷനില് എത്ര മോള് സൊല്യൂട്ട് ആണുള്ളത്? 1 liter സൊല്യൂഷനില് എത്ര മോൾ സൊല്യൂട്ട് ആണുള്ളത്? ഓക്കെ, 1 liter സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, മൊളാരിറ്റിനെ നമ്മള് ക്യാപിറ്റൽ M ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് moles of solute divided by volume of solution. സൊല്യൂഷന്റെ വോളിയം നമ്മൾ പറയുന്നത് ലിറ്ററിലാണ്. ലിറ്ററിൽ അല്ലെങ്കിൽ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ബ്രാക്കറ്റിൽ എല്ലാം ഇട്ടേക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതാം. ഈ 4 gram NaOH ആണ് നമ്മുടെ സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ 4 gram എന്ന് പറയുന്നത് NaOHന്റെ മാസ് ആണ്.
നോക്കാം. ഓക്കെ, ഈ 100 ml എന്ന് പറയുന്നത് വോളിയാണ് കേട്ടോ. ml പറയുന്നത് വോളിയാണ്. വോളിയം 100 ml ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വോളിയത്തിന് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ലിറ്ററിന് മില്ലി ലിറ്ററിന് ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മില്ലി ലിറ്ററിന് ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരില്ല. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി ട്ടോ. ഈ നമ്പർ ഓഫ് മോൾസ് ഒക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷെ എല്ലാരും കൂടെ പഠിച്ച് ചിലപ്പോൾ നിങ്ങളത് മറന്നു പോകും. അതുകൊണ്ടാണ് ടീച്ചർ എഴുതി തരാത്തത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാലോ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇതേപോലെ 3 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് സൊല്യൂട്ടിന്റെ ഗ്രാമിലുള്ള മാസ് ആണ്. അപ്പൊ ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ 1 GMM. ഓക്കെ, GMM. കാരണം NaOH എന്ന് പറഞ്ഞത് ഒരു മോളിക്യൂൾ ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഗിവൺ മാസ് നമുക്കറിയാം 4 gram ആണ്. NaOHന്റെ 1 GMM എത്രയാണെന്ന് നോക്കണം. എങ്ങനെയാണ് 1 GMM നോക്കാം? ഒന്നുമില്ല, ഒരു കോമ്പൗണ്ട് അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്ന് എഴുതിയാൽ 1 GMM ആയി. നമ്മൾ തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് NaOH ആണ്. ആ NaOHന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ കോമ്പൗണ്ടിന്റെ പേര് അങ്ങോട്ട് എടുത്തെഴുതാം. ഓക്കെ, ഇവിടെ ആരൊക്കെയാ ഉള്ളത്? Na ഉണ്ട്, എന്നുവെച്ചാൽ സോഡിയം, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഒരു സോഡിയത്തിന്റെ മാസ് 23 ഇൻറ്റു നമ്മുടെ എത്ര സോഡിയം ആയിട്ടുണ്ട്? അടിയിലുള്ള നമ്പർ എത്രയാ? 1 എഴുതിയിട്ടില്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. അപ്പൊ 23 ഇൻറ്റു 1 പ്ലസ് അടുത്തത് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് 16 ഇൻറ്റു 1 പ്ലസ് അടുത്തത് ഒരു ഹൈഡ്രജൻ ആണ്. ഒരു ഹൈഡ്രജന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്ര കിട്ടാ? 23 പ്ലസ് 16 പ്ലസ് 1. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 40 ആണ് കേട്ടോ. എത്ര ആൻസർ കിട്ടാ? 40 ആണ് ആൻസർ കിട്ടാ. 40. ഇനി എന്ത് ചെയ്യാം? ഈ പറഞ്ഞ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് 4 gram ഡിവൈഡഡ് ബൈ 40 gram. ഓക്കെ, 4/40. 4 വെട്ടിപ്പോവും. അപ്പൊ 1/10 എന്നാണ് വരാം. 1/10 എന്ന് വെച്ചാല് 0.1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് 0.1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് മൊളാരിറ്റി കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ ആകും. ഓക്കെ, നോക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടി 0.1 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? 100 ആണ്. 100 ml ആണ്. 100 ml നമ്മള് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ പറ്റില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മള് ഈ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ വരാൻ നോക്കിയേ? 0.1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100. ഡിവൈഡ് ചെയ്യുമ്പോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 1m ആണ്. 1 മോളാർ എന്നാണ് കിട്ടാട്ടോ. ഓക്കെ, മൊളാരിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യാപിറ്റൽ M, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ എന്നും കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ വായിക്കാം 1 മോളാർ. ഇതിനർത്ഥം 1 ലിറ്റർ സൊല്യൂഷനില് 1 മോൾ NaOH ആണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് നോക്കിയേ. The number of oxygen atom present in 5 mole of ഗ്ലൂക്കോസ് ഈസ് 5 മോൾ ഗ്ലൂക്കോസില് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? സാധാരണയായിട്ട് ഒരു മോളിക്യൂളിന്റെ സാമ്പിൾ തന്നിട്ട് അവിടെ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാല് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി എന്ന് വെച്ചാല് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മോൾസ്
ഇൻറ്റു അറ്റോമിസിറ്റി ഓഫ് ഓക്സിജൻ. അതായത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ആണിത്. ഇതാണ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ട്ടാ. C6H12O6 ആണ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിലുള്ള ആറ്റങ്ങളുടെ ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ അതിന്റെ അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ 6 ഓക്സിജൻ ആണുള്ളത്. സോ ആറ്റോമിസിറ്റി 6 ആണ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു 10⁻23. 5 × 6 30. 30 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കാൽക്കുലേറ്ററിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. An organic compound on analysis gave the following composition. നമുക്ക് അറിയില്ല ഏതോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടി. അതിനെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയിട്ടുള്ള കോമ്പൗണ്ടില് 40% കാർബൺ ഉണ്ട്, 6.66% ഹൈഡ്രജൻ ഉണ്ട്, 53.34% ഓക്സിജൻ ഉണ്ട്. നമുക്ക് ഇവരുടെ മോളിക്കുലാർ ഫോർമുല 180 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസ് 180 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ടേബിൾ വരച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4 കള്ളികളുള്ള ടേബിൾ വരച്ചാൽ, 4 കോളം ഉള്ള ഒരു ടേബിൾ വരച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് എംപെരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല? അതായത് ഒരു കോമ്പൗണ്ടിലുള്ള ഡിഫറെന്റ് എലമെന്റ്സിനെ, അതിന്റെ എലമെന്റ്സിന്റെ ആറ്റങ്ങളെ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോയിൽ എഴുതുന്നതിനെയാണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, മോളിക്കുലാർ ഫോർമുല അതായത് ഒരു കോമ്പൗണ്ടിൽ ഓരോ എലമെന്റ്സിന്റെ എത്ര ആറ്റങ്ങളുണ്ട് അതിൽ ആക്ച്വൽ എണ്ണം എഴുതുന്നതിനാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാല് നമ്മൾ ആദ്യം എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കും, പിന്നെയാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ ഒരു ടേബിൾ ആയിട്ടാണ് ചെയ്യാം. ആദ്യം നമ്മൾ എലമെന്റ്സിന്റെ സിമ്പൽ എഴുതും. ടേബിളിന്റെ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്താ ചെയ്യാ? എലമെന്റ്സ് എഴുതും. രണ്ടാമത്തെ കോളത്തില് അവരുടെ മാസ് എഴുതും നമ്മള്. മൂന്നാമത്തെ കോളത്തില് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത കോളത്തിൽ നമ്മള് അവരുടെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കും. സിമ്പിൾ റേഷ്യോ ഞാനിവിടെ ടേബിൾ വരയ്ക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ടേബിൾ വരച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടെ എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി മാസ് തന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. പെർസെന്റേജ് തന്നിട്ടില്ലേ? ആ പെർസെന്റേജ് സൈൻ മാറ്റിയിട്ട് പകരം G നിട്ടാൽ എന്തായി? മാസായി. ഓക്കെ, അപ്പൊ കാർബണിന്റെ പെർസെന്റേജ് 40% ആണ്. അപ്പൊ മാസ് 40 ഗ്രാം ആണ് വരാം. ഹൈഡ്രജന്റെ പെർസെന്റേജ് 6.66 ആണ്. അപ്പൊ 6.66 ഗ്രാം ആണ് ആര്? ഹൈഡ്രജൻ. ഓക്സിജന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 53.34 ആണ്. അപ്പൊ പെർസെന്റേജ് മാറ്റാ പകരം ഗ്രാം എന്നിട്ടാ 53.34 ഗ്രാം ആണ് ഓക്സിജന്റെ മാസ്. ഈ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ 1 GAM. ഇവിടെ ആറ്റങ്ങൾ ആയതുകൊണ്ട് തന്നെ GAM ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. കാർബണിന്റെ ഗിവൺ മാസ് 40, 1 GAM 12. ഓക്കെ, അപ്പൊ 40/12 നമ്മൾ ചെയ്യുമ്പോ 3.33 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഹൈഡ്രജന്റെ മാസ് 6.66. ഓക്കെ, 1 GAM എന്ന് പറയുന്നത് 1 ആണ്. സോ ഡിവൈഡ് ചെയ്ത് നമുക്ക് 6.66 ആണ് ആൻസർ ആയിട്ട് വരാം. അടുത്തത് ഓക്സിജന്റെ ഗിവൺ മാസ് 53.34 ആണ്. അറ്റോമിക് മാസ് 16 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3.33 തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതുകൊണ്ട് ബാക്കി എല്ലാവരെയും ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ചെറിയത് 3.33 അല്ലേ? അപ്പൊ എല്ലാ വാല്യൂസിനും നമ്മള് 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ കിട്ടാൻ നോക്കി? 3.33 ഡിവൈഡഡ് ബൈ 3.33. ആൻസർ 1 ആണ് കിട്ടാം. അടുത്തത് 6.66 ഡിവൈഡഡ് ബൈ 3.33. അതിന്റെ ആൻസർ നമുക്ക് കിട്ടാം എത്രയാ? 2 ആണ്. അടുത്തത് 3.33 ഡിവൈഡ് ബൈ 3.33. അതിന്റെ ആൻസർ നമുക്ക് കിട്ടാ 1 ആണ്.
ഇതിൽ നിന്ന് നമുക്ക് ആ സിമ്പിൾ റേഷ്യോ, അതായത് ഈ സിമ്പിൾ റേഷ്യോനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, എംപെരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. എംപെരിക്കൽ ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എംപെരിക്കൽ ഫോർമുല തന്നെ എലമെന്റ്സ് അതേ ഓർഡറിൽ എഴുതി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ഇനി സിമ്പിളുകളുടെ ഇടയിൽ ഈ കിട്ടിയിട്ടുള്ള സിമ്പിൾ റേഷ്യോകൾ എഴുതാം. 1 ആണുള്ളെങ്കിൽ അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. കാർബണിന്റെ റേഷ്യോ 1 ആണ്, സോ എഴുതണ്ട. ഹൈഡ്രജന്റെ റേഷ്യോ 2 ആണ്, സോ ഹൈഡ്രജന്റെ ഇടയിൽ നമ്മൾ 2 എന്ന് എഴുതി. ഓക്സിജന്റെ റേഷ്യോ 1 ആണ്, സോ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ എംപെരിക്കൽ ഫോർമുല കിട്ടിയ എന്താ? CH2O. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എംപെരിക്കൽ ഫോർമുല മാസ്, എംപെരിക്കൽ ഫോർമുല CH2O ആണ്. ഇനി നമ്മള് എംപെരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. എംപെരിക്കൽ ഫോർമുല മാസ് നമ്മുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് എംപെരിക്കൽ ഫോർമുല മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എംപെരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യത്തെ ആറ്റത്തിന്റെ മാസ് കാർബൺ, അതിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം, പ്ലസ് എംപെരിക്കൽ ഫോർമുലയിലുള്ള അടുത്ത ആറ്റത്തിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം, പ്ലസ് എംപെരിക്കൽ ഫോർമുലയിലുള്ള അടുത്ത ആറ്റത്തിന്റെ മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം. അപ്പൊ 12 പ്ലസ് 2 പ്ലസ് 16. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോ ആൻസർ ആയിട്ട് വരുന്നത് 30 ആണ് ആൻസർ കിട്ടാം. ഓക്കെ, അപ്പൊ എംപെരിക്കൽ ഫോർമുല മാസ് 30 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? n കണ്ടുപിടിക്കണം. n കാണാനുള്ള ഇക്വേഷൻ ആണ് മോളിക്കുലാർ മാസ് divided by empirical formula mass. മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 180. എംപെരിക്കൽ ഫോർമുല മാസ് 30. ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടാം. ഇനി നമുക്ക് മോളിക്കുലാർ മാസ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n into empirical formula. ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടാ. n എന്ന് പറയുന്നത് 6 ആണ്. 6 into ഇത് ബ്രാക്കറ്റ് ആണ് കേട്ടാ, CH2O. ഇതാണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല. എന്താ ചെയ്യാ? അതായത് ഈ പുറത്തുള്ള നമ്പറിന്റെ ഈ എലമെന്റ്സിന്റെ ഒക്കെ സിമ്പിൾ ഇല്ലേ, അതിന് താഴെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നോക്കി 6 into 1, 6 into 2, 6 into 1. അപ്പൊ എന്താ വരാ? C6 H12 O6. ഓക്കെ, ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. വളരെ സിമ്പിൾ ആണ്. കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടെന്നല്ലോ. എങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിലും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള എല്ലാ പ്രോബ്ലംസിലും നമ്മൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വെച്ചാൽ. പേര് തന്നെ മനസ്സിലാവും എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനെ പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന റിയേജന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ ആവശ്യത്തെക്കാൾ കുറവ് എമൗണ്ട് ഉള്ള റിയേജന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ആ റിയേജന്റ് തീർന്നു പോയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ പകുതിക്ക് വെച്ചിട്ട് നിർത്തും. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് produced by the reaction of 32 gram of methane and 32 gram of oxygen. 32 gram മീഥേനും 32 gram ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്തോരം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും? ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞില്ലെങ്കിലും പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഒരു റിയാക്ഷനിൽ എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് ലിമിറ്റിംഗ് റിയേജന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറയണമെന്നില്ല. പക്ഷേ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിച്ചാലേ കറക്റ്റ് ആയിട്ട് ഏതാണ് പ്രൊഡക്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം ഓർത്തു വെക്കാം കേട്ടോ. അപ്പോ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് ആദ്യം തന്നെ ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എഴുതണം. ഇവിടെ നോക്കിയേ, മീഥേൻ എന്ന് പറഞ്ഞാൽ CH4. ഈ മീഥേൻ എന്ന് പറയുന്നത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യാണ്.
അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാം, മീഥെയിൻ ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഇതിനെ നമ്മൾ കമ്പഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും എത്ര കുഞ്ഞി ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അടുത്തത് വാട്ടർ. ഇതിൽ വാട്ടറിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ വാട്ടറിനെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഓർഡർ ഉണ്ട്, ബാലൻസ് ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഈ ഓർഡറിലാണ് ബാലൻസ് ചെയ്യേണ്ടത്. നോക്കിയേ, റിയാക്ടന്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കണം. ഇവിടെ ഒരു കാർബൺ ആണുള്ളത്, സോ നമുക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വേണം. റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിന്റെ പകുതി വാട്ടർ എടുക്കണം. 4 ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിലുണ്ട്, സോ 4ന്റെ പകുതി 2 വാട്ടർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ 2H2O എന്നർത്ഥം 2 H2Oകൾ ഉണ്ടെന്നാണ്. ഓക്കെ, 2 ടീച്ചർമാരെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ക്ലാസ്സിൽ 2 ടീച്ചർമാരുണ്ട്, 2 പേരുണ്ട് എന്നല്ല അർത്ഥം. അതേപോലെ 2 H2O എന്ന് പറഞ്ഞാൽ ഇവിടെ 2 H2O ഉണ്ട്, H2O അങ്ങനെ 2 പേരുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഓക്സിജനെയാണ്. എങ്ങനെ ബാലൻസ് ചെയ്യും? പ്രൊഡക്റ്റ് സൈഡിൽ ആകെ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്. നോക്കിയേ, വാട്ടറിൽ ഒരു ഓക്സിജൻ, 2 വാട്ടറിലും കൂടി 2 ഓക്സിജൻ. അതായത് നമുക്ക് മൊത്തം 4 ഓക്സിജൻ ആണ് റിയാക്ടന്റ് സൈഡിലുള്ളത്. ഓക്കെ, റിയാക്ടന്റ് സൈഡിൽ എത്ര ഓക്സിജൻ ആണ്? 4 ഓക്സിജൻ ആണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത്. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ആണുള്ളത് അതിന്റെ പകുതി ഓക്സിജൻ നമ്മൾ റിയാക്ടന്റ് സൈഡിൽ എടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റോഷിയോമെട്രി കണ്ടുപിടിക്കാം. ഇവിടുത്തെ സ്റ്റോഷിയോമെട്രി എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? പല രീതിയിൽ മാസ് വെച്ചിട്ട്, വോളിയം വെച്ചിട്ട്, മോൾ വെച്ചിട്ടൊക്കെ നമുക്ക് പറയാം. ഇവിടെ റിയാക്ടൻസിന്റെ ഗ്രാമിലുള്ള മാസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോ മാസ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റോഷിയോമെട്രി തൽക്കാലം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ മീഥൈൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ആണ്, അതിൽ കാർബണും ഹൈഡ്രജനും ഉണ്ട്. കാർബണിന്റെ മാസ് 12 ആണ്. 12, നമ്മുടെ ഒരു കാർബണേ ഉള്ളൂ. പ്ലസ് ഒരു ഹൈഡ്രജന്റെ മാസ് 1, നമ്മുടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 × 4 4. അപ്പൊ മൊത്തത്തില് മീഥൈന്റെ മാസ് 16 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 16 ഗ്രാം മീഥൈൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. O2ന്റെ മാസ് 32 ആണ്. നമ്മുടെ 2 O2 ഉണ്ട് അല്ലെ. അപ്പൊ 32 × 2 64. ഓക്കെ, 64 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ 12, O2ന്റെ 32, 12 പ്ലസ് O2ന്റെ 32 കൂടെ ചേരുമ്പോ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു H2ന്റെ മോളിക്കുലാർ മാസ് 18 ആണ്. 2 H2 ഉണ്ട്. അപ്പൊ 2 × 18 36 ഗ്രാം വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി സ്റ്റോഷിയോമെട്രി ടീച്ചർ ആദ്യം പറയാം. 16 ഗ്രാമിന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ, 14 ഗ്രാം മീഥൈന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ നമുക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം 36 ഗ്രാം വാട്ടർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന്, അത് ഒരു റിയാക്ടന്റ് ആയിരിക്കും. ഇവിടെ 2 റിയാക്ടൻസ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ 2 റിയാക്ടൻസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ആസ് പെർ ദ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ആദ്യം നമ്മൾ മീഥൈന്റെ ഒന്ന് വെറുതെ ഹെഡിങ് പോലെ എഴുതാണ്, ഇവിടെ O2 എന്ന് എഴുതാണ് കേട്ടോ. ഇനി ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാടാ? അതായത് 16 ഗ്രാം മീഥൈന്, ആദ്യത്തെ ആളെ വെച്ചിട്ടാണ് നമ്മൾ പറയാം കേട്ടോ. 16 ഗ്രാം മീഥൈന് കത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 64 ഗ്രാം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം വേണം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കെമിസ്ട്രി ടേംസിൽ അല്ലാണ്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. നോക്കിയേ, 16 പേനയുടെ വില 64 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എങ്ങനെയാ കാണാ? 64/16 അല്ലെ. ഓക്കെ, അപ്പൊ ഒരു മീഥൈന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 1 ഗ്രാം മീഥൈന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ 64/16 ഗ്രാം ഓക്സിജൻ ആവശ്യമാണ്. നമ്മുടെ കയ്യില് 32 ഗ്രാം മീഥൈൻ ആണുള്ളത്. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോണത് 32 ഗ്രാം മീഥൈന് റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണമെന്നാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, 1 ഗ്രാം മീഥൈന് റിയാക്ട് ചെയ്യാൻ 64/16 ഗ്രാം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം മീഥൈന് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? അതെങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ നോക്കിയേ, ഒരു പേനയുടെ വില 64/16 രൂപ. അങ്ങനെയാണെങ്കിൽ 32 പേനയുടെ വില എങ്ങനെ കാണാം? 64/16 ഇൻറ്റു 32. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണ് കിട്ടുക? ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും കേട്ടോ.
ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടാം കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 128 ഗ്രാം ആണ് ആൻസർ ആയിട്ട് വരാം. നോക്കി, 32 ഗ്രാം മീഥേൻ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 128 ഗ്രാം ഓക്സിജൻ വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ 32 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. 128 വേണം, പക്ഷേ 32 ഉള്ളൂ. ആവശ്യത്തിനേക്കാളും കുറവുള്ളത് ആരാണ്? ഓക്സിജൻ ആണ്. സോ O2 ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ എഴുതാ O2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടായെന്ന് പറയണം, അല്ലെ? 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം മാത്രമാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടായി എന്നുള്ളത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള റിയാക്ടന്റും പിന്നെ പ്രൊഡക്റ്റും, അവരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് O2 ആണ്, പ്രൊഡക്റ്റ് CO2 ആണ്. അവരുടെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അവരെ നമ്മൾ ഒന്നും കൂടി എടുത്ത് എഴുതണം. ഇനി നോക്കിയേ, ഇക്വേഷൻ അനുസരിച്ച് നോക്കിയേ, 64 ഗ്രാം റിയാക്ട് ചെയ്താല് 44 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, 64 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 44 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം CO2 ഉണ്ടാവും? അതെങ്ങനെ കാണാം? 44/64. നോക്കിയേ, 64 പേനയുടെ വില 44 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എങ്ങനെ കാണാം? 44/64. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്? ഓക്കെ, 32 ഗ്രാം ഓക്സിജൻ ആണുള്ളത്, അല്ലെ? 32 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? അതാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, ഒരു പേനയുടെ വില 44/64 രൂപ. അങ്ങനെയാണെങ്കിൽ 32 പേനയുടെ വില എങ്ങനെയാ കാണാ? 44/64 ഇൻറ്റു 32 ചെയ്യുമ്പോൾ നമുക്ക് 22 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter of solution. അപ്പൊ number of moles of solute divided by volume of solution ചെയ്താല് നമുക്ക് molarity കിട്ടും. അടുത്തത് സ്മോൾ m. അപ്പൊ മൊളാരിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ M ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്താണ് മൊളാലിറ്റി. മൊളാലിറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് മൊളാലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് എ സോൾവെന്റ്. 1 kilogram സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊളാലിറ്റി എന്ന് വിളിക്കുന്നത്. സ്മോൾ ലെറ്റർ M. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by mass of solvent in kilogram. കിലോഗ്രാമിലാണ് ഇവിടെ മാസ് പറയുന്നത്. ഇനി among molarity and molality which one is temperature dependent? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കിയേ, രണ്ടുപേരുടെ ഇക്വേഷൻ നോക്കാം. രണ്ടുപേരുടെ ഇക്വേഷനിൽ മുകളിലത്തെ ടേം സെയിം തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് താഴത്തെ ടേം ആണ്. വോളിയം ഉണ്ട്, മാസ് ഉണ്ട്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാസിൽ വ്യത്യാസം വരില്ല. പക്ഷെ അതുപോലെയാണോ വോളിയം? അല്ല, ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ മാറുമ്പോ വോളിയത്തിലും വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? അപ്പൊ വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നത് കൊണ്ട് മൊളാരിറ്റിയും ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. എപ്പോഴും ഓർക്കുക, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മൊളാരിറ്റി ആണ്. കാരണം അവിടെ വോളിയം ഉണ്ട്. ഈ പറയുന്ന വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ എംപെരിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. ചില കോമ്പൗണ്ടുകളുടെ എന്ത് തന്നിട്ടുണ്ട്? മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. മോളിക്കുലാർ ഫോർമുല ആദ്യം തന്നെ എടുത്തെഴുതാം. C6H12O6. ശേഷം ഇവിടെയുള്ള എലമെന്റ്സിന്റെ റേഷ്യോ എഴുതാം. കാർബൺ 6, ഹൈഡ്രജൻ 12, ഓക്സിജൻ 6. അപ്പൊ എന്താ വരാ? 6:12:6. ഇനി ഇതിനെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6/6, 12/6, 6/6. നമുക്ക് കിട്ടും 1:2:6
1:2:1 കിട്ടും. ഓക്കെ, ഇതിനേക്കാളും ഇനി ചെറുതാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ കിട്ടി. എന്താണ്? 1:1:1 1:2:1. ഈ സിമ്പിൾ റേഷ്യോനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എംപെരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി എന്ത് ചെയ്യാം? ഈ എലമെന്റ്സിന്റെ സിമ്പിളുകൾ ഒന്നും കൂടി എടുത്ത് എഴുതാം. അതിന്റെ അടിയിലായിട്ട് ഈ റേഷ്യോന്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കാം. ഒന്നാണെങ്കിൽ അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. കാർബൺ ഒന്നാണ്, അപ്പൊ എഴുതണ്ട. ഹൈഡ്രജൻ 2, ഓക്സിജനും ഒന്നാണ്, അത് എഴുതണ്ട. അപ്പൊ CH2O എന്നതാണ് ഇവരുടെ റേഷ്യോ വരുന്നത് കേട്ടോ. CH2O എന്നാണ് ഇവരുടെ റേഷ്യോ വരുന്നത്. അടുത്ത നോക്കിയേ, C6 H6 Cl6. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഇവരുടെ ശരിക്കുള്ള മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ എലമെന്റ്സിന്റെ എണ്ണത്തിന്റെ റേഷ്യോ എഴുതാം. അപ്പൊ എന്താ വരാം? 6:6:6. എല്ലാവരും നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എല്ലാവരെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് 1:1:1 ആണ് കിട്ടുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ എഴുതുന്നതാണ് എംപെരിക്കൽ ഫോർമുല. ഇനി എലമെന്റ്സിന് സിമ്പിൾ ഇങ്ങനെ ഇണക്കി എഴുതി C6 HCl. ഇനി എന്ത് ചെയ്യാം? അതിന്റെ അടിയിലായിട്ട് ഈ റേഷ്യോ, സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോന്റെ വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഒന്നാണോ ഉള്ളതെങ്കിൽ അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. 2 ടീച്ചർ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, ചോദിക്കാറുണ്ട്. 2 മാർക്കിന്റെയും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. റൈറ്റ് ദ അവഗാഡ്രോ നമ്പർ. അത് അറിയാത്ത ആളുകളില്ല അല്ലെ. എന്താ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. മറക്കരുത്. ഹൗ മെനി മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 180 gram of water? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ്. ഹൗ മെനി മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 180 gram of water? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് കാണണ്ടേ. നമ്പർ ഓഫ് മോൾസ് കാണാൻ കുറെ ഇക്വേഷൻ ഉണ്ട്. ഏതാ യൂസ് ചെയ്യാ? ഇവിടെ ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാല് given mass by 1 gmm. കാരണം വാട്ടർ ഒരു മോളിക്യൂൾ ആണ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് എത്രയാണ്? 180 gram ആണ്. വാട്ടറിന്റെ 1 gmm 18 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 10 mol ആണ് ആൻസർ കിട്ടുക. ഇനി ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 10 into 6.022 into 10⁻23. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മോൾ കോൺസെപ്റ്റിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Calculate the mole fraction of NaOH in a solution containing 20 gram of NaOH per 360 gram of water. Okay, നമുക്ക് മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. NaOHന്റെ മോൾ ഫ്രാക്ഷൻ. അതായത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേക്കാണ്. ഈ സൊല്യൂഷനിലുള്ള സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോൾവെന്റ് വാട്ടർ ആണ്. ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് NaOH ആണ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് NaOH ആണ്. അതിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ നമ്മൾ ഘൈ എന്നാണ് എഴുതാം. മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH അല്ല, നമുക്ക് എന്ത് എഴുതാം? ഘൈ NaOH എന്ന് എഴുതാം. ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്? അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇത് ചെയ്താല് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? NaOH. അതായത് NaOHന്റെ മോൾ ഫ്രാക്ഷൻ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ NaOHന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ്. നമ്മുടെ 20 gram ഓഫ് NaOH ആണുള്ളത്. അപ്പോ 20 ഡിവൈഡഡ് ബൈ NaOHന്റെ മോളാർ മാസ് 40 gram ആണ്. ഓക്കെ, 20 ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 mol കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ തന്നിട്ടുള്ള മാസ് എത്രയാണ്? വാട്ടറിന്റെ 360 gram ആണ് അല്ലെ. അപ്പൊ 360 ഡിവൈഡഡ് ബൈ 18 ചെയ്യാം. ഓക്കെ,
വാട്ടറിന്റെ മോളാർ മാസ് 18ആണ്. സോ 1 GMM എന്ന് പറയുന്നത് 18 ആയിരിക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോ എന്താ നമുക്ക് കിട്ടാ? 20 മോൾ എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അത് എത്ര കിട്ടാൻ നോക്കി? 20 divided by 20 plus 0.5 equal to 20.5 ആണ് കിട്ടുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് NaOHന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Chi NaOH equal to number of moles of NaOH 0.5 divided by total number of moles of solution. അപ്പൊ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 0.024 ആണ് മോൾ ഫ്രാക്ഷൻ കിട്ടുക. 244. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 0.0244 എന്നാണ് കേട്ടോ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല. അപ്പൊ ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, യൂണിറ്റ് ഇല്ലാത്ത കോൺസെൻട്രേഷൻ ടേം ഏതാണ്? അതിന്റെ ആൻസർ മോൾ ഫ്രാക്ഷൻ എന്നാണ്. മോൾ ഫ്രാക്ഷൻ എന്നില്ല, യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന്റെ ലിങ്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്